ഹായ് ഫ്രണ്ട്സ്, നല്ല മഴക്കാലമല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു കാരക്ക ഉപ്പിലിട്ടാണ് കേട്ടോ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. ഓക്കെ, കുറച്ച് കാരക്ക കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ അങ്ങ് ഉപ്പിലിടാന്ന്. ഇത് അച്ചാർ ഇടാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കാരക്ക നന്നായിട്ട് കടിക്കുക. അതിൻ്റെ നെറ്റ് ഇതൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഇതുപോലെ 2 സൈഡ് ഒന്ന് പോന്തിയിടുക. ഉണ്ടോ, ഇതുപോലെ വേറെ പാത്രത്തിലൊരു പോന്തിയിടുക. കാരക്ക ഇപ്പം സീസണാണ്, അപ്പം കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇത് ഇടത്തരം കാരക്കയുണ്ട്, ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതും അല്ലാത്തതാണ്, കുറച്ച് വിളഞ്ഞതാണ്. ഒരു പാത്രം എടുക്കുക, പാത്രത്തിൽ വെള്ളം നിറച്ച ശേഷം നമ്മൾ കാരക്കൊന്ന് വേവിക്കണം. വേവിക്കുമ്പോൾ അടച്ച് വേവിച്ചാൽ ഇത്തിരി നല്ലതാണ്. ഓക്കെ, അപ്പം പെട്ടെന്ന് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെന്നൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ്. ടേസ്റ്റിൽ വ്യത്യാസം വരും. കാന്താരി നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് കാന്താരി കിട്ടിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന സാധാരണ പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് എന്ത് ചെയ്യുക, ഇതുപോലെ അരിയാം, 2ആയിട്ട് അരിയാം. അത് നിങ്ങളെ ഇതാണ് എങ്ങനെയാണുള്ളത്. പച്ചമുളക് കൂടിയാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടോ, അതിൻ്റെ നെറ്റൊക്കെ എടുത്ത് കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിടുക. ഞാൻ കയ്യിൽ മുറിക്കാൻ എക്സ്പേർട്ടല്ല, ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് കൈ വെച്ച് മുറിക്കാൻ ഇത്ര സ്പീഡ് കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇതുപോലെയാണോ? അത് കഴിഞ്ഞ് നമ്മളെ കുപ്പി കാണിച്ചു തരാം. ഈ കുപ്പിയല്ല, ഇതിനെക്കാളും വലിയ കുപ്പിയും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുപ്പി കുപ്പി നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം ഇടാൻ. പ്ലാസ്റ്റിക് ഇടുന്നേക്കാണല്ലോ കുപ്പിയിലിടാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ അപ്പോഴേക്കും നമ്മളുടെ കാരക്ക നോക്കാം. കാരക്ക നന്നായിട്ട് വെന്ത് കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് എന്ത് ചെയ്യുക, ഊറ്റിക്കളയണം. വെള്ളം നന്നായി ഊറ്റിക്കളയാൻ ചൂടോടെ കുപ്പിയിലിടണ്ട, ഒന്ന് തണുത്ത ശേഷം. ആ സമയത്ത് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന വെള്ളം നമ്മൾ ചൂട് തണുപ്പിച്ച വെള്ളം ഒഴിക്കണം. കാരക്ക ഇതുപോലെ ഇടുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ലെയർ ഉപ്പ്, കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ഇടുന്നത്. ഒരു ലെയർ ഉപ്പ് അങ്ങ് ഇടുക. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുക, കാരക്ക ഫില്ല് ചെയ്യുക, പിന്നെ ഉപ്പ്. ആ ഒരു ഫോർമാലിറ്റി എന്ത് ചെയ്യുക. ചൂടോടെ ഇടല്ലേ, തണുത്തിട്ട് വേണം ഇടാൻ. ഇതുപോലെ അതിനുശേഷം നമ്മൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലോട്ട് വീഴ്ത്തണം. അതിന് മുമ്പ് പച്ചമുളകൊന്ന് ഇട്ട് ഒന്ന് കുലുക്കണേ, എന്നാൽ അകത്തോട്ട് ഒന്ന് കയറത്തോളം കുലുക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളം തണുപ്പിച്ചതാ ഇതുപോലെ അങ്ങ് ഒഴിക്കണം. ഒഴിച്ച ശേഷം നമ്മളെ അടപ്പ് വെച്ച് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഇതൊന്ന് ഇതിലൊന്ന് കുലുക്കുക. ഇതുപോലെ ഒന്ന് കുലുക്കിയ ശേഷം നമ്മളിനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും എന്ത് ചെയ്യുക, കട്ടക്കായാലും കുഴപ്പമില്ല കേട്ടോ. ഒന്നും കൂടെ എന്ത് ചെയ്യുക, കുലുക്കി വച്ചൊരു 3 ദിവസം കഴിയുമ്പോഴേക്കും സെറ്റാവും. 3 ദിവസം വേണമെന്നില്ല, 2 ദിവസം കഴിയുമ്പോൾ തന്നെ സെറ്റാവും. വേവിച്ച കാര്യമൊക്കെയാണ് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.